പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഈ മൈക്രോഫോണിന്റെ മുഴക്കമൊന്ന് ആവർത്തിച്ച് കേൾക്കുന്നതൊന്ന് കുറയ്ക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. എല്ലാ മതങ്ങളെ പോലെയും അല്ലെങ്കിൽ എല്ലാ മതങ്ങളെക്കാളും ചിന്തയെയും വിദ്യാഭ്യാസത്തെയും ഗവേഷണത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എന്തുകൊണ്ടോ ഇപ്പോ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ബാറ് തുടങ്ങുമ്പോൾ പോലും എതിർപ്പില്ലാത്ത, കള്ളിഷാപ്പ് പോലും എതിർക്കപ്പെടാത്ത ആളുകൾ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതുപോലെ പള്ളികളെയും ഒക്കെ സംഘടനകളുടെ തർക്കങ്ങൾക്കിടയിൽ എതിർക്കുകയും അടച്ചുപൂട്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ധാരാളം പള്ളികൾ പ്രവർത്തിക്കാതെ അടഞ്ഞു കിടപ്പുണ്ട്. അതിൽ 90% പള്ളികളും അടച്ചിട്ടിരിക്കുന്നത് ഏതെങ്കിലും ഇതര സഹോദര സമുദായത്തിലെ ആളുകളുടെ പരാതി കൊണ്ടല്ല, മറിച്ച് ഈ സമുദായത്തിനുള്ളിലെ വ്യത്യസ്തമായ വിഭാഗക്കാരുടെ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ സ്ഥാപനം തുടങ്ങിയപ്പോഴും മറ്റു പല സ്ഥലങ്ങളിലും തുടങ്ങുമ്പോൾ എതിർക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. എന്നെ ഇപ്പൊ ഈ യൂട്യൂബിലൂടെയൊക്കെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം പലയിടങ്ങളിലും പരിപാടികൾക്ക് വെക്കാറുണ്ട്, പിന്നെ എന്നെ മാറ്റാറുണ്ട്. ഞാൻ അവരോട് കാരണം അന്വേഷിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരിപാടിയിൽ വെച്ച് പേര് പറയുമ്പോൾ എന്റെ പേര് കൊണ്ട് അസ്വസ്ഥമാകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ അസ്വസ്ഥമാകുന്നവരുടെ എണ്ണം കൂടുന്നത് എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. കാരണം അസ്വസ്ഥതയിൽ നിന്നും അസഹിഷ്ണുതയിൽ നിന്നുമൊക്കെയാണ് ചില ശരികൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് എല്ലാം അംഗീകരിച്ച് എല്ലാത്തിനും മുദ്രാവാക്യം വിളിച്ച് അങ്ങനെ മുന്നോട്ട് പോകേണ്ടതല്ല. ഇസ്ലാമിന്റെ ചരിത്രവും അങ്ങനെയല്ല, മനുഷ്യകുലത്തിന്റെ ആകെ ചരിത്രവും അങ്ങനെയാണ്. വിദ്യാഭ്യാസത്തിന് ഇസ്ലാം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ പൂർവകാല ആളുകളിൽ ചിലരൊക്കെ ഈ വിദ്യാഭ്യാസത്തെ ആത്മീയ വിദ്യാഭ്യാസമെന്നും ഭൗതിക വിദ്യാഭ്യാസമെന്നും രണ്ടായി തിരിച്ചു. അവരെ കുറ്റം പറയുന്നില്ല. അവരുടെ പരിമിതമായ ചിന്തകൾ വെച്ച്, അന്നത്തെ ബോധ്യം വെച്ച് അവർ ആ ബോധ്യത്തെ സമൂഹത്തോട് തുറന്നു പറഞ്ഞു. അത് ശാസ്ത്രം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. നമ്മുടെ കുട്ടികളുടെയൊക്കെ വൈഭവങ്ങളും കഴിവും മിടുക്കും ഒക്കെ എടുത്ത് നോക്കൂ. ഒരു 10 വർഷം മുമ്പുള്ള കുട്ടികളുടെ കഴിവും മിടുക്കും ആ പ്രാഗൽഭ്യമൊന്നും അല്ല ഇന്നത്തെ കുട്ടികൾക്കുള്ളത്. കാരണം ചിന്താപരമായി അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഭൗതിക വിദ്യാഭ്യാസമെന്നും ആത്മീയ വിദ്യാഭ്യാസമെന്നും വേർതിരിച്ചപ്പോൾ അത് കാലാകാലമായ ഒരു നഷ്ടം ഈ സമുദായത്തിന് സമ്മാനിച്ചു. സ്വർഗത്തിൽ പോകാനൊരു വിദ്യാഭ്യാസം, നരകത്തിൽ പോകാനൊരു വിദ്യാഭ്യാസം എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ എന്റെ സാന്നിധ്യത്തിന് തെളിവാണ് നിങ്ങൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം എന്ന് അടിവരയിട്ട് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ന്യൂക്ലിയർ സയൻസും എന്ന് വേണ്ട എല്ലാ ശാസ്ത്രവും ഖുർആൻ എൻഡോഴ്സ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അല്ലാതെ പ്രത്യേകമായ ഒരു ആത്മീയ വിദ്യാഭ്യാസമില്ല, പ്രത്യേകമായ ഒരു ഭൗതിക വിദ്യാഭ്യാസമില്ല. ഈ വിദ്യാഭ്യാസമെല്ലാം ഒന്ന് തന്നെയാണ്. അറിവ് നേടുന്നതിലൂടെ അവൻ നല്ലൊരു വ്യക്തിയായി സമൂഹത്തിൽ മാറുക, ആ നല്ലൊരു വ്യക്തിയായി തീരുന്നതിലൂടെ അവന് സമൂഹത്തിന് ഗുണമുണ്ടാവുക, അവന്റെ ജീവിത ലക്ഷ്യം എന്താണോ ആ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കി അവൻ മടങ്ങുക. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഇസ്ലാം പറഞ്ഞത് പരിശുദ്ധമായ ദിവ്യമായ വിദ്യാഭ്യാസം. പരിശുദ്ധമായ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പള്ളിപ്പുരയിൽ മാത്രം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമല്ല. ഒരു മനുഷ്യന്റെ നിസ്സഹായതയെ ബോധ്യപ്പെടുത്തുന്ന വിദ്യാഭ്യാസം. എനിക്ക് ഇത്രേ കഴിയും എന്ന് ഞാൻ ബോധ്യപ്പെടുന്നതും എന്റെ വിദ്യാഭ്യാസം. കരുണ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, ആർദ്രത പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, സത്യം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, മൂല്യം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, തിരിച്ചറിവ് നൽകുന്ന വിദ്യാഭ്യാസം, ഈ പ്രപഞ്ചത്തിന്റെ അപാരമായ സൃഷ്ടികളുടെ മുന്നിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം എല്ലാം ഡിവൈൻ എഡ്യൂക്കേഷനാണ്, പരിശുദ്ധമായ വിദ്യാഭ്യാസം തന്നെയാണ്.
അതേസമയം ക്രൂരത പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, ആർത്തി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, അച്ഛനെയും അമ്മയെയും സ്നേഹിക്കേണ്ട എന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, പണമാണ് എല്ലാത്തിനേക്കാളും വലുതെന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ദിവ്യമായ വിദ്യാഭ്യാസമല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ തലമുറയിൽപ്പെട്ടവർ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് പണം സമ്പാദിക്കലും നേടലും കീഴ്പ്പെടുത്തലും അഹങ്കാരം കാണിക്കലും ഇല്ലാത്തവനെ ചവിട്ടിയരയ്ക്കലും ഉള്ളവന്റെ മേൽ ബലം പ്രയോഗിക്കലും ഒക്കെയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിദ്യാഭ്യാസമല്ല. യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം മനുഷ്യന്റെ നിസ്സഹായതയെ, മനുഷ്യന്റെ നിഷ്കളങ്കതയെ, മനുഷ്യന്റെ സത്യസന്ധതയെ, മനുഷ്യന്റെ ഉദാത്ത ഭാവത്തെ, മനുഷ്യന്റെ ഉത്കൃഷ്ട ഭാവത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രോജ്വലിപ്പിക്കുന്നതുമാണ്. ആ വിദ്യാഭ്യാസത്തെയാണ് ദിവ്യമായ വിദ്യാഭ്യാസം അഥവാ എല്ലാ വിദ്യാഭ്യാസത്തിന്റെയും ദിവ്യമായ ചൈതന്യം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന് മതമില്ല. ഹിന്ദു മതമെന്നോ ക്രൈസ്തവ മതമെന്നോ ഇസ്ലാം മതമെന്നോ അങ്ങനെ ഒരു വിദ്യാഭ്യാസമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മീയ വിദ്യാഭ്യാസമെന്നും ഭൗതിക വിദ്യാഭ്യാസമെന്നും വേർതിരിക്കുന്നതിന് പകരം വിദ്യാഭ്യാസത്തെ അതിന്റെ സമൂലമായ വ്യക്തിത്വ രൂപീകരണത്തിന്റെ, അവന്റെ സ്വയം ചൈതന്യത്തെ കണ്ടെത്തലിന്റെ, അവന്റെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ പരിപൂർണതയിൽ മനസ്സിലാക്കുന്നതിന്റെ, ജനനം എന്താണെന്നും മരണം എന്താണെന്നും അവൻ ഉൾക്കൊള്ളേണ്ടതിന്റെ ഒക്കെ അർത്ഥതലങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയ. അതാണ് എല്ലാ മതഗ്രന്ഥങ്ങളുടെയും കാതൽ എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഈ പറയുന്ന ഭൗതിക വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം രണ്ടാക്കി പള്ളിപ്പുരയിൽ പഠിപ്പിക്കുന്നവർക്ക് പള്ളിക്കൂടത്തിൽ പോകുന്ന പിള്ളേരോട് എന്തോ ഒരു തെറു പോകുന്ന പോലെ വന്നു അവിടെയൊക്കെ പോയി പഠിച്ച് എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ പഠിച്ച് സ്വർഗത്തിൽ പോകണോ അവിടെ പഠിച്ച് നരകത്തിൽ പോകണോ എന്ന് ചോദിക്കുന്ന പഴയ കലാഭവന്റെ ഫിലിക്സ് പരേഡിൽ പറയുന്നത് പോലെ വാപ്പ അറബി പഠിക്കാൻ പോയിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ്. അപ്പൊ നരകത്തിൽ പോവുകയാണെങ്കിലോ അതിൽ പ്രത്യേകിച്ച് അറബി പഠിക്കണ്ടല്ലോ, മലയാളം മതി, അവരുള്ളത് മൊത്തം മലയാളികളാണ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ പ്രത്യേകമായ ഭാഷയിൽ പോലും ഒരു വേർതിരിവില്ല. അറബ് ഭാഷ ഏതെങ്കിലും ഒരു മതത്തിന്റേതാണെന്നോ, ഉറുദു ഭാഷ വേറൊരു മതത്തിന്റേതാണെന്നോ, സംസ്കൃത ഭാഷ വേറൊരു മതത്തിന്റേതാണെന്നോ ഒന്നും അതിന്റെ അർത്ഥമില്ല. ഏറ്റവും കൂടുതൽ പ്രവാചക പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഉറുദു ഭാഷയിലാണ്. ഹിന്ദി ഭാഷയിൽ മനോഹരമായ ഒട്ടേറെ കവിതകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് വളരെ അവിചാരിതമായി ഒരു പുസ്തകം വായിക്കുന്നതിനിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കൊട്ടേഷൻ, അതൊരു ഉറുദു കവിതയുടെ ട്രാൻസ്ലേഷനാണ്. നേരായ വിശ്വാസം അത് ഉടക്കിക്കിടക്കുന്നു ആചാരവിധികൾ തന്നെ തെറ്റിലും ശരിയിലും. ആചാരവിധികളുടെ തെറ്റിലും ശരിയിലുമായി യഥാർത്ഥ വിശ്വാസം ഉടക്കിക്കിടക്കുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്ന് എല്ലാ മനുഷ്യരുടെയും ആത്മീയതയിൽ സംഭവിച്ചിട്ടുള്ള ഒരു പരാജയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. യഥാർത്ഥ വിശ്വാസം നമ്മൾ മറ്റു പല ആചാരങ്ങളിൽ തട്ടി ചിന്നിച്ചെതിരിപ്പോകും. ഹൈന്ദവ മതവിശ്വാസത്തിൽ കാൽ കഴുകി ചൂട്ട്, ഒരു മനുഷ്യന്റെ കാല് കഴുകി അത് വെള്ളം കുടിക്കുന്നത് ആചാരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം. ഇസ്ലാം മതവിശ്വാസത്തിൽ ഖബറിൽ ചോദ്യം ചെയ്യുമ്പോൾ ഭൂമിയിലെ മൗലാന അതിന്റെ ഇടയ്ക്ക് എന്ന് മുൻകർ നക്കീർ അലൈഹിസ്സലാമിനോട് തന്റെ മുരീദിന് വേണ്ടി ഉത്തരം പറയും. കിടക്കുന്ന ആൾ ഉത്തരം പറയണ്ട, അതുകൊണ്ട് ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന് പിരിവ് കൊടുത്താൽ മതിയെന്ന് പറയുന്ന ആചാര രീതികളിൽ യഥാർത്ഥ വിശ്വാസം മുടക്കി കിടക്കുന്നു. അപ്പൊ ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ മതങ്ങളിലും ഈ വിശ്വാസം ഇങ്ങനെ കിടക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസം ഇതാണ്, കാലഘട്ടത്തെ വായിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ അന്ന് ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും എന്ന് പറഞ്ഞു കുറെ പേർ സ്കൂളുകളിൽ പോയില്ല, പഠിക്കാൻ പോയില്ല. ഒരു കാലത്ത് മഹാരാജാവ് കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജോലി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇവിടെ ജോലിക്ക് പ്രാപ്തരായ ആളുകൾ ഉണ്ടായിരുന്നില്ല. അവസാനം അദ്ദേഹം പഞ്ചാബിലെ പാകിസ്ഥാനിലെ പത്താനിൽ നിന്ന് മുസ്ലിങ്ങളെ വിദ്യാഭ്യാസമുള്ളവരെ കൊണ്ടുവന്ന് തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിന്റെ രാജസദസ്സിൽ ജോലി കൊടുത്തു. അങ്ങനെയുള്ളവരാണ് പട്ടാൻകാർ അഥവാ പട്ടാണികൾ എന്ന് പറയുന്നത്. രാജാവിന്റെ ഏറ്റവും വിശ്വസ്തരായ പട്ടാണികൾ, അവർ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു, അവർക്ക് ജോലി കിട്ടി. അപ്പൊ ഇപ്പോ ആ സ്ഥിതി മാറി വരിക. അപ്പൊ അതുകൊണ്ട് കാലഘട്ടത്തെ ആ കാലഘട്ടത്തിനനുസരിച്ച് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഖുർആൻ നൽകുന്ന സന്ദേശം തന്നെയാണ്. കാലകാലത്ത് തന്നെ സത്യമെന്ന് ഖുർആൻ സത്യം ചെയ്തിട്ടുണ്ട്. കാലത്തെ കൊണ്ട് തന്നെ സത്യമെന്ന് ഖുർആൻ 1400 വർഷം മുമ്പ് പറയുമ്പോൾ കാലം എന്താണെന്ന് നിർവചിക്കപ്പെട്ടിട്ട് പോലുമില്ല.
എന്താണ് കാലം? കാലത്തെ കൊണ്ട് തന്നെ ഖുർആൻ സത്യം ചെയ്തപ്പോൾ കാലം അത്രയും വലിയ കാര്യമാണോ എന്ന് ചിന്തിച്ചു പോയി. പക്ഷെ ഇന്നും ആലോചിച്ച് നോക്കിയ കാലത്തിനേക്കാൾ വലിയ ഒരു പ്രതിഭാസം എന്താ ഉള്ളത്? ദരിദ്രനെ സമ്പന്നനാക്കുന്ന കാലം, ആരോഗ്യവാന് ദുർബലനാക്കുന്ന കാലം, ചായ കച്ചവടം നടത്തുന്ന ആളിനെ പ്രധാനമന്ത്രിയാക്കുന്ന കാലം, അതുപോലെ കൂലിപ്പണി ചെയ്യുന്നവനെ മന്ത്രിയാക്കുന്ന കാലം, മുകളിൽ ഇരുന്നവനെ താഴെ ഇറക്കുന്ന കാലം. അങ്ങനെ കാലത്തെ കൊണ്ട് തന്നെ സത്യം ചെയ്ത സമയത്ത് കാലത്തിന് ഇത്രയും പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ആള് പുസ്തകം എഴുതി ദ ഫിലോസഫി ഓഫ് ടൈം, അഥവാ കാലത്തിന്റെ തത്വശാസ്ത്രം. അദ്ദേഹം പറഞ്ഞത്, കാലത്തിന്റെ ഉത്തരവാദിത്വം തേടി ഞാൻ എല്ലാ ഗ്രന്ഥങ്ങളിലും നോക്കി, എനിക്കൊരു ഗ്രന്ഥത്തിലും കാലം ആരാണെന്ന് ഉത്തരം കിട്ടിയില്ല. ഖുർആനിൽ ഞാൻ കണ്ടു, ഇന്നമാ അനദഹർ, ഞാൻ തന്നെയാണ് കാലം എന്ന് അല്ലാഹു ഉറപ്പിച്ചു പറയുന്നു. ഞാനാണ് കാലം. ആ കാലത്തെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. അന്ന് ഖുർആൻ വ്യാഖ്യാനിക്കുന്നവർ ഈ കാലത്തിന് എങ്ങനെ അർത്ഥം പറഞ്ഞു കാണുമെന്നാണ് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ എനിക്കും നിങ്ങൾക്കും കാലത്തെ പിടിച്ച് വളരെ സത്യസന്ധമായി ഒരു ദിവസം 3 മണിക്കൂർ സംസാരിക്കാൻ കഴിയും. അത്ര സുവ്യക്തമാണെന്ന് കാലം. നമ്മളൊക്കെ എല്ലാവരും പറയത്തില്ലേ, എന്റെ കാലം വരൂടാ, അല്ലെങ്കിൽ ചിലവർക്ക് പറയത്തില്ലേ, ഞാൻ എന്തെല്ലാം കണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ വയസ്സ് കഴിയുമ്പോ പറയും, ചിലരെ കാണുമ്പോ, അയ്യോ ക്രിയാപ്ലയായിട്ട് വന്നപ്പോ എന്തൊരു സുന്ദരനായി. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും, പണ്ട് പറഞ്ഞതൊക്കെ മറന്നുപോയി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കാലബന്ധിതമാണ്. കാലബന്ധിതമല്ലാത്തതൊന്നുമില്ല. ഈ നിമിഷം നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന ഈ നിമിഷം പോലും കാലബന്ധിതമാണ്. ഈ നിമിഷം ഇനി ആവർത്തിക്കപ്പെടുന്നില്ല. കാലത്തിന് മാത്രമാണ് ഒരു പ്രത്യേകതയുള്ളത്. ഒരിക്കൽ കടന്നു പോകുന്ന നിമിഷം വീണ്ടും വീണ്ടും ആവർത്തിക്കാത്തത് കാലത്തിന് മാത്രമാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഒരു റംസാൻ മാസത്തിന്റെ തലേനാൾ ദിവസമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ കാലം ഇനി ഒരിക്കലും ഈ നിമിഷം ഇവിടെ ആവർത്തിക്കപ്പെടില്ല. അത് ആവർത്തിക്കപ്പെടുമ്പോൾ ഇതേ സദസ് ഇതുപോലെ ഉണ്ടാകില്ല. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അത്രയും വ്യക്തമായ കാലത്തെ കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അന്ന് സത്യം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുക എന്നത് വിശ്വാസത്തിന്റെ അടയാളമാണ്. അത് ഇസ്ലാം മതത്തിന്റെ ദൗത്യമാണ്. എല്ലാ മതങ്ങളുടെയും ദൗത്യമാണ്. അത് വളരെ നിസ്സാരവും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ സമൂഹവും ശ്രദ്ധ പുലർത്തണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനനുസരിച്ച് വളർന്നു വരണം. ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം എന്നൊക്കെ പറയുന്നത് അത്തരം ഒരു മാറ്റം അനിവാര്യമായ പ്രദേശമാണ്. ഒരു വഴി എന്ന് പറയുമ്പോൾ 90 പേരും അല്ലെങ്കിൽ 90% പേരും സത്യസന്ധരും പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും ആണെങ്കിലും ആ പേര് സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് മുളയുടെ കർട്ടൻ 540 രൂപയ്ക്ക് വിറ്റ പേരിലും മെത്ത 500 രൂപയുടെ 5000 രൂപയ്ക്ക് വിൽക്കുന്നവരുടെ പേരിലുമാണ്. അത് മാറ്റപ്പെടണം. അത് തിരുത്തണം. ഇത് പറയുമ്പോൾ ഞാൻ കയർഫെഡിന്റെ മാനേജിംഗ് ഡയറക്ടറായിരിക്കെ കയർഫെഡിന്റേതാണെന്ന് പറഞ്ഞൊരു മെത്ത ഒരു പോഴൂരിക്കാരൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ അന്നാണ് ഈ പോഴൂരിക്കാരോട് ബഹുമാനം തോന്നുന്നത്. കയർഫെഡിന്റെ മാനേജറുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒരിക്കലും മെത്ത വിൽക്കാൻ കയർഫെഡിന്റെ ആണെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വരിക. അവളൊരു ഗവിയിൽ ആദ്യം തന്നെ പുറത്തു വെച്ചൊക്കെ പറഞ്ഞു, എന്റെ ഭർത്താവാണ് അതിന്റെ എം ഡി. അത് പറയാതിരുന്നെങ്കിൽ ഈ സഹോദരനെ കണ്ടുപിടിക്കാനും അവൻ എന്തെങ്കിലും ഒരു കാപ്പി വാങ്ങിച്ചു കൊടുക്കാനും നമുക്കൊരു സ്നേഹം പങ്കുവെക്കാനും കഴിഞ്ഞു. പക്ഷെ അവള് പറഞ്ഞത് കൊണ്ട് പുറത്തിറങ്ങിയപ്പോ വണ്ടി കാണാനില്ല. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ഒരു നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് മാറ്റപ്പെടണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 6:25 മാറി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വരാൻ കഴിയുന്നതിൽ സന്തോഷം. ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ സ്വീകരിച്ചായിരിക്കണം ഇതിന്റെ സംഘാടകര് എന്നെ ഈ പരിപാടിയിൽ മാറ്റാതെ ഇവിടെ തന്നെ വിളിച്ചത് എന്ന് എനിക്കറിയാം. അപ്പൊ ഏതായാലും ഇതൊക്കെ പറയാൻ കഴിയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതും ഒക്കെ അതും കാലത്തിന്റെ ഒരു അനിവാര്യതയാണ്. അതുകൊണ്ട് നല്ല പണ്ഡിതന്മാർ, നല്ല സന്ദേശങ്ങൾ നൽകുന്നവർ, നല്ല ആശയങ്ങൾ പങ്കുവെക്കുന്നവർ, നല്ല ചർച്ചകൾ നടക്കുന്നവർ, നല്ല വിദ്യാഭ്യാസം നടക്കുന്നവർ, മനുഷ്യരെ ആകെ ചേർത്ത് പിടിക്കുന്ന, എല്ലാ മനുഷ്യരോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന, എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുന്ന, എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമായി നമുക്ക് വളരാൻ നല്ല വിദ്യാഭ്യാസം ആവശ്യമാണ്. അത്തരം വിദ്യാഭ്യാസത്തിനുള്ള ഒരു പ്രചോദനമായി വളരെ ഫോർമേറ്റീവ് ഏജിൽ തന്നെ നൽകുന്ന ഈ ആംസ് കിഡ്സ് എന്ന് പറയുന്ന ഈ പ്രത്യേകമായ പദ്ധതി ഞാൻ എന്റെ അനുജൻ അശോകിനോട് അതിനെ കുറിച്ചൊക്കെ വിശദമായി ചോദിച്ചിരുന്നു. വളരെ ഫലപ്രദമായി കുട്ടികളുടെ കഴിവും നൈപുണ്യം അനുസരിച്ച് മാറ്റപ്പെടുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വൃദ്ധന്മാരായി ജനിച്ച കുട്ടികളായി വരികയാണ്. നമ്മളെക്കാൾ എല്ലാ ബുദ്ധിയും അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ ഫോൺ തന്നെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അവരാണ്.
അപ്പൊ അതുകൊണ്ട് ആ കുട്ടികൾക്ക് ആ കാലത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം ഇവിടെ കൊടുത്തില്ലെങ്കിൽ അവരുടെ കഴിവും മിടുക്കും എല്ലാം കൂടെ നിങ്ങളുടെ മേൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് വയസ്സുള്ള കാലത്ത് താങ്ങാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഈ പ്രായത്തിൽ തന്നെ അതൊക്കെ ശ്രദ്ധിച്ച് വളർത്തുന്ന നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഒരു പ്രക്രിയയായി മാറട്ടെ. ഇതിന്റെ സംഘാടകർക്ക്, ഇതിന്റെ മുന്നിൽ നിൽക്കുന്നവർക്ക്, ഇതിന് പിന്തുണ നൽകുന്നവർക്ക്, ഇവിടെ പഠിക്കുന്നവർക്ക്, എന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും കൃത്യമായ റംസാനിന്റെ ഏറ്റവും അനുഗ്രഹീതമായ, ഏറ്റവും നമുക്ക് ഹൃദയം കൊണ്ട് പശ്ചാത്തലം കഴിയുന്ന, നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയാൻ കഴിയുന്ന, നമ്മുടെ നിസ്സഹായത തിരിച്ചറിയാൻ കഴിയുന്ന ഒരു റംസാൻ ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും.